ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കപ്പാസിറ്റർ ഒക്കെ കണ്ടതല്ലേ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പൊ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, കപ്പാസിറ്റൻസ്. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ആയാലും കുഴപ്പമില്ല, മനസ്സിലാവും. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കപ്പാസിറ്റി ഞാൻ ഒന്നുകൂടെ പറയാം, ഇല്ലാത്തവരും ഉണ്ട്, നമ്മൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ഉണ്ടായിരുന്നവരൊന്ന് പറയണം. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഒറ്റ ലൈൻ ഡെഫിനേഷനിൽ പറയാനാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ചാർജ്. അതാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കപ്പാസിറ്റർ എങ്ങനെയാ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ? രണ്ട് കണ്ടക്ടർ ഉണ്ടാകും, അതിന്റെ ഇടയ്ക്ക് ഒന്നെങ്കിൽ എയർ ആയിരിക്കും അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം എന്തെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. അതാണ് കപ്പാസിറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കപ്പാസിറ്റൻസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. കപ്പാസിറ്റർ മനസ്സിലായല്ലോ, അതിന് കണ്ടക്ടർ ഉണ്ടെന്നൊക്കെ മനസ്സിലായി, രണ്ട് കണ്ടക്ടർ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അപ്പൊ നമ്മള് കപ്പാസിറ്ററിനെ ഞാനിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യണം. ആ കണ്ടക്ടറിലേക്ക് ജസ്റ്റ് പോസിറ്റീവ് ചാർജ് കൊടുക്കണേ. ഓക്കെ, നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിച്ച ഒന്നും ഇവിടെ നോക്കണ്ട, ഇതൊരു പുതിയ ടോപ്പിക് ആയിട്ട് നോക്കിയാൽ മതി. കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ചാർജ്, അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പൊ പോസിറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. ഒരു കണ്ടക്ടറിലേക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലും കൂടും. അതൊന്ന് നോക്കി വെക്കുക. അപ്പൊ ചാർജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. വെറുതെ സിമ്പിൾ ആയിട്ട് ഒരു കണ്ടക്ടർ അതിലേക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആര് കൂടി? പൊട്ടൻഷ്യൽ കൂടി. അപ്പൊ ചാർജ് കൂടും തോറും എന്തും കൂടിക്കൊണ്ടിരിക്കും? പൊട്ടൻഷ്യലും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് Q പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതി. Q എന്ന് പറയുന്നത് എന്താ? ചാർജ്. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് Q ഈക്വൽ ടു CV എന്നും പറഞ്ഞ് ഞാൻ എഴുതി. ഓക്കെ, ഈ C നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. എന്താണ്? കപ്പാസിറ്റൻസ്. എഴുതി വെച്ചോട്ടോ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇനി പഠിക്കേണ്ട ടോപ്പിക് ആണ് കപ്പാസിറ്റൻസ്, ആണ് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കൂടും. അപ്പൊ ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടിക്കൊണ്ടിരിക്കും? പൊട്ടൻഷ്യലും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതിയത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് Q ഈക്വൽ ടു CV എന്നും പറഞ്ഞ് എഴുതി. C എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസ്. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് എന്താണെന്ന് പറയാം. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു വേർഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിവൈസിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിന്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിവൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് പറയില്ലേ? അത് തന്നെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റി ആണ്. ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. ഈ കണ്ടക്ടറിന് എത്രത്തോളം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുണ്ട് കപ്പാസിറ്റൻസ് എന്താണെന്ന്. സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോ. ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ഓർ കപ്പാസിറ്റി. ജസ്റ്റ് കപ്പാസിറ്റി സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റും. ഈ കണ്ടക്ടറിന് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടക്ടർ കണ്ട, ഇതിന് എത്രത്തോളം ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കപ്പാസിറ്റൻസ് എന്ന് പറയാം. ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതാമല്ല. Q ഈക്വൽ ടു CV. ഇതിന് C ഈക്വൽ ടു Q ബൈ V. ഇതാണ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ കേട്ടോ. C ഈക്വൽ ടു Q ബൈ V. V കുറച്ച് വലുതാക്കി തന്നെ എഴുതണം കേട്ടോ, കാരണം വോൾട്ടിന്റെ സിമ്പിൾ എന്താ? V തന്നെയല്ലേ. അപ്പൊ ഇത് പൊട്ടൻഷ്യലിന്റെ സിമ്പിൾ കുറച്ച് വലുതാക്കി എഴുതണം, അല്ലെങ്കിൽ മാറിപ്പോ. അപ്പൊ C ഈക്വൽ ടു Q ബൈ V. ഇതാണ് എന്ത്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. C ഈക്വൽ ടു Q ബൈ V. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ കൂളോംബിന്റെ ഇത് കൊടുക്കില്ലേ, അതാണ് പറഞ്ഞത് മാറിപ്പോയി. നമ്മള് കൂളോംബിന്റെ സിമ്പിൾ എന്താ? ചാർജ്. ആ ചാർജും കപ്പാസിറ്റൻസിന്റെ സിയും തമ്മിൽ മാറിപ്പോയത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞത് വോൾട്ട് എന്നായിപ്പോയി. മനസ്സിലായ? കൂളോംബ് എന്താ? ചാർജ്. അതിന് നമ്മൾ കുഞ്ഞു C അല്ലേ കൊടുക്കുന്നത്. കപ്പാസിറ്റൻസിന് അപ്പൊ കുറച്ച് വലുതാക്കി കൊടുക്കുക, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. അടുത്ത എഴുതിക്കോ. Capacitance of a conductor is defined as
the ratio of charge to the potential. ഇതിൽ നിന്ന് നമ്മൾ എഴുതുന്നതാണ് ഈ പറയുന്നത് capacitance of a conductor is defined as ratio of charge to the potential through which conductor rise. Through which conductor rise. Okay. Charge to the conductor, charge to the potential through which conductor rise. Ratio നോക്കിയാൽ മതി. Charge to potential. Rise. Conductor. ആ കണ്ടക്ടറിനെ കാണിച്ചിരിക്കുന്നത് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് അല്ലേ നമ്മൾ പറഞ്ഞു. റൈസ് RISC. RISC. ആ അതന്നെ. ഓക്കെ ഓക്കെ. കപ്പാസിറ്റൻസിന്റെ എല്ലാ ഡെഫിനിഷനും പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ചാർജ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഈ റേഷ്യോ ബേസിൽ എഴുതുമ്പോഴത്തേക്കും ഇത് എഴുതുക ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു ദ പൊട്ടൻഷ്യൽ ത്രൂ വിച്ച് കണ്ടക്ടർ റൈസ്. ഓക്കെ. ആ മെറ്റീരിയൽ ഇല്ലാത്ത ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്, അതൊക്കെ അപ്പൊ നോട്ട് ചെയ്തോ കേട്ടോ. ഇനി നമ്മുടെ ഈ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആവുമെന്ന് വിചാരിക്കും. ഇഫ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1 വോൾട്ട്, ഇത് 1 വോൾട്ട് ആവുമ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസ് എങ്ങനെ വരും? കപ്പാസിറ്റൻസ് ഇത് വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെങ്കിൽ C ഈക്വൽ ടു Q എന്നും പറഞ്ഞ് എഴുതിക്കും. അപ്പൊ അടുത്ത് എഴുതിക്കോ ഇഫ് പൊട്ടൻഷ്യൽ ഇസ് 1 വോൾട്ട്, പൊട്ടൻഷ്യൽ ഇസ് 1 വോൾട്ട്, capacitance of a conductor is defined as charge required to raise the potential by unity. Capacitance of a conductor is defined as charge required to raise the potential by unity. Charge required to raise the potential by unity. Charge required to raise the potential by unity. എഴുതിയാ? അപ്പൊ 3 ഡെഫിനിഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താ? ഇതിപ്പോ വായിക്കുമ്പോ തന്നെ പഠിച്ചു പോയിക്കോളും. ഫസ്റ്റ് നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ എന്താ? ഈ റേഷ്യോ ബേസിൽ നമ്മൾ പറഞ്ഞ എന്താ? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു ദ പൊട്ടൻഷ്യൽ ത്രൂ വിച്ച് കണ്ടക്ടർ റൈസ്. അപ്പൊ ഈ ടോപ്പിക്ക് പഠിച്ചു പോകുമ്പോ ഈ ഡെഫിനിഷൻസും കൂടെ പഠിച്ചു പോവുക. ഇനി നമ്മളിപ്പോ പറഞ്ഞത് എന്താ? വോൾട്ട്, അതായത് പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആവുമ്പോ കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് എന്ന് പറഞ്ഞു വരും. കപ്പാസിറ്റൻസ് ചാർജ് റിക്വയർഡ് ടു റൈസ് ദ പൊട്ടൻഷ്യൽ ബൈ വോൾട്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് ഇതിൽ നിന്ന് തന്നെ യൂണിറ്റ് പറയാല്ല. യൂണിറ്റ് ഒന്ന് എഴുതി നോക്കിക്കേ. കപ്പാസിറ്റൻസ് C is equal to Q by V ആണെങ്കിൽ യൂണിറ്റ് എങ്ങനെ വരും? ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോം. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. അപ്പൊ കൂളോം പെർ വോൾട്ട്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫാരഡ് എന്നും പറഞ്ഞ് എഴുതാം. ഫാരഡ് F. മെയിൻ ആയിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡിലായിരിക്കും എക്സ്പ്രസ് ചെയ്യണത്. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്, പക്ഷെ ഫാരഡിലായിരിക്കും കൂടുതൽ എക്സ്പ്രസ് ചെയ്യണത്. ന്യൂമറിക്കൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തിലായിരിക്കും? ഫാരഡിലായിരിക്കും പറയണത്. ഓക്കെ. ഓക്കെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവുന്നത് എപ്പോഴായിരിക്കും? കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവുന്നത് എപ്പോഴായിരിക്കും? അതായത് ചാർജ് 1 കൂളോംബ് ആയിരിക്കണം, വോൾട്ടും പൊട്ടൻഷ്യലും 1 വോൾട്ട് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ അടുത്ത ഡെഫിനിഷൻ എഴുതിക്കോ. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് 1 ഫാരഡ്. Capacitance of a conductor is 1 farad if a charge of 1 coulomb is sufficient to raise its potential through 1 volt. Through 1 volt. Okay. അപ്പൊ കപ്പാസിറ്റൻസ് ഓക്കെ ആയില്ലേ? ഇനി നമ്മൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞത് ഫാരഡ് ആണ്. ഫാരഡ് എന്ന് പറയുന്നത് കുറച്ച് വലിയ യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അന്ന് കാണിച്ച കപ്പാസിറ്റർ ഇല്ലേ, അതിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചായിരുന്നോ? അത് എന്തിലായിരുന്നു എക്സ്പ്രസ് ചെയ്തത്? ഫാരഡ് എന്ന് പറഞ്ഞായിരുന്നു എക്സ്പ്രസ് ചെയ്ത് വെച്ചത്.
മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്, ഇതിലായിരിക്കും നമ്മുടെ കപ്പാസിറ്റർ എല്ലാം ഏകദേശം എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം എന്താ, ഫാരഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ്. വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കൺവേർഷൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ മൈക്രോ ഫാരഡിലാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഫാരഡിലേക്ക് മാറ്റണം. നാനോയിലാണ് തന്നേക്കുന്നതെങ്കിലും മാറ്റണം. അപ്പൊ ആ കൺവേർഷൻസ് നോട്ട് ചെയ്ത് വെച്ചോ. മൈക്രോ ഫാരഡ് μf is equal to 10⁻⁻6 ഫാരഡ്. മൈക്രോ ഫാരഡിലാണ് തന്നെങ്കിൽ ഫാരഡിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 10⁻⁻6. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണോ നേരത്തെ? പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ. അടുത്തത് നാനോ ഫാരഡ്. നാനോ ഫാരഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻⁻9 ഫാരഡ്. അടുത്തത് പൈക്കോ ഫാരഡ്. പൈക്കോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻12 ഫാരഡ്. ഓക്കെ. മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളൂ. എന്നാലും നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഓക്കെ, കഴിഞ്ഞോ? ഇപ്പൊ കപ്പാസിറ്റർ ഓക്കെ ആയില്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ, കപ്പാസിറ്ററിന്റെ ഒരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അത് ആ മെറ്റീരിയലിൽ തന്നിട്ടില്ല, പക്ഷെ എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾ എഴുതുന്നത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് നോക്കാം. അതിനു മുമ്പ് ഇതിനി പറയണമെന്നുണ്ടാവും ഒന്നുകൂടെ? കുഴപ്പമില്ലല്ലോ. കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? എന്തിന്റെ ബേസിലാ പറഞ്ഞതെന്നൊക്കെ ഉള്ള ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്ക്? ഫുള്ള് റെഡി ആയിട്ട് പറയാൻ പറ്റുമോ? ഏകദേശം ജസ്റ്റ് ഒന്ന് തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് പറയാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കപ്പാസിറ്റർ എന്താന്ന് പറഞ്ഞ്, പിന്നെ ഒരു കണ്ടക്ടറിലേക്ക് ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, കപ്പാസിറ്റർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. കപ്പാസിറ്ററിന്റെ ഡെഫിനേഷൻ ഞാൻ പറയുന്നില്ല, നമുക്ക് പഠിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഒരു കണ്ടക്ടറിലേക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ അതിന്റെ എന്ത് കൂടും എന്നാ പറഞ്ഞേ? പൊട്ടൻഷ്യൽ കൂടും. അപ്പൊ Q പ്രൊപ്പോർഷണൽ ടു V ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി നമ്മളോട് ഒരു C കൊടുത്തു. അതിനാണ് നമ്മൾ പറയുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. അപ്പൊ ഇപ്പൊ ഈ ഒരു കണ്ടക്ടറിലുള്ള ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഈ കണ്ടക്ടറിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ പറയുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി C is equal to Q/V എന്നും പറഞ്ഞ് എഴുതി. ഇത് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കൂളോംബിന്റെ യൂണിറ്റ് C ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് നമ്മൾ കുറച്ചുകൂടി വലുതാക്കി എഴുതാം. ഓക്കെ, അപ്പൊ C is equal to Q/V എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ഇപ്പൊ വോൾട്ട്, അതായത് പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആവുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് എങ്ങനെ വരും? C equal to Q എന്ന് പറഞ്ഞു വരും. അടുത്ത പിന്നെ നമ്മൾ പറഞ്ഞ ഏതാ? പിന്നെ നമ്മൾ യൂണിറ്റ് പറഞ്ഞു. യൂണിറ്റ് ഒക്കെ കുഴപ്പമില്ലല്ലോ, ഫാരഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഫാരഡ് പറയാം. ഇനി അടുത്തത് കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവണമെന്നുണ്ടെങ്കിൽ 1 ഫാരഡ് ആവണം. കപ്പാസിറ്റൻസ് ഈക്വൽ ടു 1 ഫാരഡ് എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? ചാർജ് എത്രയായിരിക്കും? 1 കൂളോംബ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ 1 ഫാരഡ് ആണ്. അതിന്റെ ഓരോന്നിന്റെയും ഡെഫിനേഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വരിക. എക്സാമിന് ഇങ്ങനെ ചോദിക്കും, വെൻ കപ്പാസിറ്റൻസ് ഈക്വൽ ടു 1 ഫാരഡ്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫുൾ എഴുതി വെക്കണം. 1 ഫാരഡ് ആവണമെന്നുണ്ടെങ്കിൽ 1 കൂളോംബ് ബൈ 1 വോൾട്ട് എഴുതുക. അതുപോലെ തന്നെ ആ ഡെഫിനേഷൻ എഴുതിയാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് അവിടെ വീഴുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വന്നോ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വന്നോ കേട്ടാ. കൂളായിട്ടിരുന്നോ, പേടിക്കണ്ട. ഓക്കെ, പേടിയൊന്നും ഇല്ലെന്നല്ല. ഓക്കെ, നിങ്ങൾ കൂളായിട്ടിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നെ പേടിയുണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഇല്ല, അതാ പ്രശ്നം. ഓക്കെ, അതുകൊണ്ടല്ലേ പഠിച്ചിട്ട് വരാത്തത്. അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരുമോ? പേടിയല്ലേ? എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് വരുമോ? ഓക്കെ, ഇത് നോട്ട് ചെയ്തല്ല അല്ലെ? യൂണിറ്റ് കൺവേർഷൻ നോട്ട് ചെയ്തല്ല. മെറ്റീരിയൽ എഴുതി വെച്ചോട്ടെ, അതിലില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. അതും അതിലില്ല കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. അപ്പൊ ഇതിന് വേണ്ടി ഫസ്റ്റ് ഞാനൊരു ഫിഗർ വരക്കും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം.
ഇവിടെ ഞാനൊരു ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ പോസിറ്റീവ് ആണ്. ഇപ്പൊ പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ വരച്ചു വെക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ തരാം, അത് മാത്രം എഴുതിയാൽ മതി. അതിലില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്, ഫുൾ പോസിറ്റീവ് ചാർജ് ആണ്, വേറെ ഒന്നും നോക്കണ്ട, ഒരു ഫുൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്തേക്ക് ഞാൻ ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടക്ടർ ബി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബൈ ഇൻഡക്ഷൻ മെത്തേഡ്, നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് പഠിച്ച ഓർമ്മേണ്ട? ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അറിയാൻ പറ്റും. ഇൻഡക്ഷൻ മെത്തേഡ് ഓർമ്മേണ്ട? അപ്പൊ ഇതിൽ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഇല്ല. കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ചാർജ്ഡ് ആയിട്ടുള്ള ഈ ബോഡിയുടെ അടുത്ത്, ഇല്ലാത്തവരായാലും ശ്രദ്ധിച്ചോ, ഇത് നമ്മളൊരു ചാർജ്ഡ് ബോഡി വെച്ചിട്ടുണ്ട്. ഈ ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് തന്നെ നമ്മൾ ചാർജ് ഇല്ലാത്ത ഒരു ബോഡി കൊണ്ടുവന്ന് വെച്ച്. അപ്പൊ ബൈ ഇൻഡക്ഷൻ മെത്തേഡ് ഇത് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇവിടെ എന്ത് ചാർജ് ആയിരിക്കും വരുന്നത്? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡി അതിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു ചാർജ് ഇല്ലാത്ത ഒരു കണ്ടക്ടർ കൊണ്ടുവന്ന് വെച്ച്. അപ്പൊ ബൈ ഇൻഡക്ഷൻ മെത്തേഡ് ഇവിടെ പോസിറ്റീവ് ആയപ്പോ ഇവിടെ നെഗറ്റീവ് ആയി, ഓപ്പോസിറ്റ് ഇവിടെ പോസിറ്റീവ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ അങ്ങ് എർത്ത് ചെയ്യാൻ പോണേ. ഓക്കെ, ഇതിനെ ഞാൻ എർത്ത് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ എർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് പോയി? എർത്തിലേക്ക് പോയി. അപ്പൊ ബാക്കി ഇത് എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഇനി പറഞ്ഞ പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് ഈ കണ്ടക്ടർ എയുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കും? കുറയും. ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് വെക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം, പക്ഷെ NCERT നോക്കാനാണെങ്കിൽ 4-5 പേജ് ഇതുണ്ടാവും കറക്റ്റ് വായിക്കാനാണെങ്കിൽ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞ പ്രിൻസിപ്പിൾ ആകെ ഇത്രേ ഉള്ളൂ. നമ്മളൊരു കണ്ടക്ടറിന്റെ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട്, നെഗറ്റീവ് അല്ല സോറി, ഒരു കണ്ടക്ടർ കൊണ്ടുവന്ന് വെച്ചു, ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടക്ടർ കൊണ്ടുവന്ന് വെച്ചു. ബൈ ഇൻഡക്ഷൻ മെത്തേഡ് ഇവിടെ പോസിറ്റീവായി ഇവിടെ നെഗറ്റീവായി, നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ പോസിറ്റീവ് പോയി ഇവിടെ നെഗറ്റീവായി. അത്ര ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടത്തെ ഈ കണ്ടക്ടർ എയുടെ പൊട്ടൻഷ്യൽ കുറയും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോണത്. അത് നമ്മൾ അതിൽ നമുക്ക് കുറച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കൂടി വേണം. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചില്ലേ, അതും കൂടി കുറച്ച് വേണം. ഞാൻ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെക്കണമെന്ന് വിചാരിക്കും. എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ കുറയുന്നത്? ഇപ്പൊ വിത്ത് ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ് എയുടെ പൊട്ടൻഷ്യൽ കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് കുറയണെന്നാ പറയാൻ പോണത്. ഞാൻ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്ത് വേണം? വർക്ക് ഡൺ വേണം. ഇവിടെ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പോസിറ്റീവും വരുമ്പോ എന്താ സംഭവിക്കുക? റിപ്പൽഷൻ വരും. ഓക്കെ, അപ്പൊ അത് റിപ്പൽ ചെയ്ത്. ഇനി ഇവിടുത്തെ പോസിറ്റീവ് ചാർജും ഇവിടെ ഇപ്പൊ ഇവര് തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നെഗറ്റീവ് ചാർജ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടുത്തെ വർക്ക് ഡൺ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറയും. വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇവിടുത്തെ വർക്ക് ഡൺ കുറയും. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ടെസ്റ്റ് ചാർജ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വർക്ക് ഡൺ കൊടുക്കണം. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത് കൊണ്ട്, ഒരു നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ വർക്ക് ഡൺ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ കുറയും. ആ വർക്ക് ഡൺ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യലിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? V = പൊട്ടൻഷ്യലിലേക്ക് പോണേ W/Q. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആര് കുറഞ്ഞു? ഇവിടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു. അങ്ങനെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കുറഞ്ഞത്. മനസ്സിലായ? ഇതൊന്നും എക്സാമിന് എഴുതി വെക്കണ്ട, പക്ഷെ എങ്ങനെയാണ് കുറഞ്ഞതെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അപ്പൊ വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് ഇവിടെ എന്ത് കുറഞ്ഞു? പൊട്ടൻഷ്യൽ കുറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ കപ്പാസിറ്റൻസ് C = Q/V അല്ലേ? C = Q/V, ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്ത് കുറഞ്ഞെന്നാ ഞാൻ പറഞ്ഞത്? പൊട്ടൻഷ്യൽ കുറഞ്ഞു. പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിയുമ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കൂടും. കാരണം എന്താ? C is inversely proportional to 1/V ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞപ്പോ ആര് കൂടി? കപ്പാസിറ്റൻസ് കൂടി. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. അത്രേ പറയാനുള്ളൂ. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും നമ്മൾ ഒരു ചാർജ് ഇല്ലാത്ത കണ്ടക്ടർ വെച്ചു. ബൈ ഇൻഡക്ഷൻ മെത്തേഡ് ഇതിനൊരു നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് പൊട്ടൻഷ്യൽ ഓഫ് ദ എ ഡിക്രീസസ്. പൊട്ടൻഷ്യൽ ഓഫ് ദ എ കുറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് കൂടി? കപ്പാസിറ്റൻസ് കൂടി. അത്രേ പഠിക്കാനുള്ളൂ. പ്രിൻസിപ്പിൾ ചോദിച്ചാൽ അത്രേ എഴുതാനും ഉള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എങ്ങനെയാണ് കുറഞ്ഞതെന്ന്. എങ്ങനെയാ കുറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം.
ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പൊ നമുക്കൊരു വർക്ക് ഡൺ വേണം. വർക്ക് ഡൺ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ പോസിറ്റീവും ഒരു റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് തമ്മിൽ പോസിറ്റീവും വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിന്റെ ഒരു പ്രസൻസ് കാരണം ഇവിടുത്തെ വർക്ക് ഡൺ കുറയും. വർക്ക് ഡൺ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആരും കുറയും? പൊട്ടൻഷ്യലും കുറയും. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ കുറയുന്നത്. മനസ്സിലായ? ആ പൊട്ടൻഷ്യലാണ് നമ്മൾ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞപ്പോ കപ്പാസിറ്റൻസ് കൂടി. ഇനി നമുക്കിത് സിമ്പിൾ ആയിട്ട് എഴുതാം. എക്സാമിന് പ്രിൻസിപ്പിൾ ഓഫ് ദ കപ്പാസിറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കുക, എർത്ത് ചെയ്യണമെന്ന് കാണിക്കുക. ഓക്കെ, എന്നിട്ട് എഴുതിക്കോ. ഇഫ് ആൻ എർത്ത് കണ്ടക്ടർ is placed near a charged conductor, if an earthed conductor is placed near a charged conductor, the capacitance of the charged conductor considerably increases. If an earthed conductor is placed near a charged conductor, the capacitance of the charged conductor considerably increases. എഴുതിയാ? ഇത്രയും എഴുതിയാൽ മതി പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അതിന്റെ റിമോട്ട് എവിടെയാണെന്നറിയോ? അതിന്റെ റിമോട്ട് എ സി കുറക്കാൻ അല്ല, അവിടെ മറ്റേ ഇതില്ലേ ബുദ്ധിന്റെ അവിടെ കുറച്ച് തരും. എനിക്കറിയില്ല. ഓണല്ലേ എടുത്തന്നാ മതി. മറ്റേതല്ലാണോ ഹാൻഡിൽ? അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്മളവിടെ എവിടെയാ പറഞ്ഞ? പ്രിൻസിപ്പിൾ അല്ലേ പറഞ്ഞത്? If an earthed conductor is placed near a charged conductor, the capacitance of the charged conductor considerably increases. എഴുതിയില്ലേ? കൂട്ടാനോ പോക്കാനോ? മതിയാ? ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ചു കൊടുക്കാനായി. മനസ്സിലായി. ഞാൻ വിചാരിച്ച പിന്നെയും ചൂടെടുത്തിട്ടാണ് ഇതാക്കണം. 23 ആക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച ഇനിയും കുറക്കാനാണെന്ന്. ഓക്കെ, ഫിഗർ അല്ലേ എക്സാമിന് വരക്കാൻ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല. ഓക്കെ, ഈ ഫിഗർ എന്ന് പറയുമ്പോൾ ഇത് മാത്രം വരച്ചാൽ മതി. ഒരു കണ്ടക്ടർ വരക്കുക, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, അതിന്റെ അടുത്ത് നെഗറ്റീവ് ചാർജ്. ഇത് എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ചാർജ് ഒന്നും ഇല്ലായിരുന്നു. ബൈ ഇൻഡക്ഷൻ മെത്തേഡാണ് ഇതിന് നെഗറ്റീവ് ചാർജ് കിട്ടി, ഇപ്പുറത്ത് പോസിറ്റീവ് കിട്ടി. അത് നമ്മൾ എർത്ത് ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കി ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഫിഗർ വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കിക്കേ.
ഇഫ് ആൻ എർത്ത് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ എ ചാർജ്ഡ് കണ്ടക്ടർ, ഒരു എർത്ത് കണ്ടക്ടർ നമ്മൾ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അപ്പൊ കപ്പാസിറ്റൻസ് കൺസിഡറബിളി ഇൻക്രീസ് ചെയ്തു. കപ്പാസിറ്റൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്തെന്ന് മനസ്സിലായല്ല? ഡൗട്ട് ഉണ്ടായിനെ? എങ്ങനെ ഇവിടെ പറഞ്ഞു തന്നെ ഓക്കെ അല്ലേ? ഇനി ഇത്രയൊന്ന് വായിച്ചു നോക്കിക്കേ. ആ ഒരു മിനിറ്റ്, കപ്പാസിറ്ററിന്റെ സിമ്പൽ കൂടി നോക്കിക്കോട്ടാ. ഞാനാണ് കപ്പാസിറ്ററിന്റെ സിമ്പൽ വരക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. അഥവാ നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി പോകുന്നത്? ബാറ്ററി അല്ലെങ്കിൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരക്കുക. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സാധാരണ സിമ്പൽ. ഇനി ഈ കപ്പാസിറ്ററിന്റെ ഇവിടെ കൂടി ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? വേരിയബിൾ കപ്പാസിറ്റർ. വേറെ ഒന്നുമല്ല, കപ്പാസിറ്റർ തന്നെയാണ്, വേറെ എന്തെങ്കിലും വേരിയബിൾസ് കൂടെ അതിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിട്ട് ഫസ്റ്റ് സാധാരണ ഇങ്ങനെ വെച്ചിട്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എഴുതിക്കോ. ഇത് വേരിയബിൾ കപ്പാസിറ്ററിന്റെ സിമ്പലാണ്. അതൊക്കെയാണ്. ഓക്കെ, അത്ര ഒന്ന് വായിച്ചോക്കെ. ഡൗട്ട് ഉണ്ടാ? പ്രിൻസിപ്പിളിൽ ഡൗട്ട് ഉണ്ടാ? പറയണ എങ്ങനെ കപ്പാസിറ്റൻസ് കുറഞ്ഞെന്ന് മനസ്സിലായി? കപ്പാസിറ്റൻസ് അല്ല, വോൾട്ടേജ് പൊട്ടൻഷ്യൽ എങ്ങനെ കുറഞ്ഞെന്ന് മനസ്സിലായി? പൊട്ടൻഷ്യൽ കുറയുമ്പോഴാണ് എന്ത് കൂടുന്നത്? കപ്പാസിറ്റൻസ് കൂടുന്നത്. പൊട്ടൻഷ്യൽ കുറഞ്ഞത് എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഏത്? അത് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരുള്ളൂ. അപ്പൊ നേരെ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളതാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ എവിടെ? ഏത്? ആ, നെഗറ്റീവ് കൊടുത്തുമ്പോൾ തിരിഞ്ഞു വരും. നമ്മളിപ്പോ പോസിറ്റീവ് അല്ലേ കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞു. അതിപ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടല്ലേ വന്നേക്കുന്നത്, അതുകൊണ്ട്. അല്ല ഇവിടെ ആണെങ്കിലും ഇപ്പൊ നേരെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നെ വരും. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ പോസിറ്റീവ്, അത് തന്നെ തിരിഞ്ഞു വരും. നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് അല്ലേ? ആ, ഞാനിപ്പോ കൊടുത്ത പോസിറ്റീവ് അല്ലേ? ഓ, പ്രൊപ്പോർഷണൽ ചെയ്തു. ആ, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ ചാർജ് കുറയുമ്പോ ഇതും കുറയും. പ്രൊപ്പോർഷണൽ അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുമ്പോൾ, എടാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ, ഇപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ നമ്മൾ ചാർജ് കുറഞ്ഞ ചാർജാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ അത് കുറയും. സ്വാതി ഇല്ല, ആരും വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓഫാക്കി. എന്താ? എടാ സ്വാതി നിങ്ങളുടെ കൂടെ ഉള്ളതല്ല. ആ ഓക്കെ, പ്രൊപ്പോർഷണൽ അല്ലേ? ഇപ്പൊ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടും. പോസിറ്റീവ് ചാർജ് നമ്മൾ കൊടുത്തു. ചാർജ് കൂടുമ്പോ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. ചാർജ് കുറയുമ്പോ കുറയും. നേരെ തിരിച്ചു തന്നെ. സ്വാതി ആ ഓക്കെ, കിട്ടിയാ പ്രിൻസിപ്പിൾ? കിട്ടിയാ? പറയണ പ്രിൻസിപ്പിൾ ഒന്നുകൂടി. ഇല്ല, പൊട്ടൻഷ്യൽ എങ്ങനെയാ കുറഞ്ഞത്, കപ്പാസിറ്റൻസ് കൂടിയത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചോട്ടാ, പേടിച്ചിരിക്കല്ലേ. എന്താടാ ഞാൻ പേടിയെന്ന് പറയുമ്പോ ചിരിക്കണല്ലേ? അച്ഛൻ നിന്റെ ചേച്ചി എന്ത് ചെയ്യുന്നു? ഓക്കെ, +2 കഴിഞ്ഞു. എനിക്ക് അതിലും പ്രായമുണ്ട്. അതൊന്നും പറയൂലല്ലേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ. PG ഓക്കെ, കിട്ടിയാ? വായിച്ചു വന്നോടി. കിട്ടിയാടാ? വേർഡ്സ് മനസ്സിലായില്ല? ഡയഗ്രാം മനസ്സിലായില്ല? പിന്നെ നോക്കിക്കോട്ടെ, അല്ലെ നോക്കിക്കോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മളൊരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കണ്ടക്ടർ കൊണ്ടുവന്ന് ഇവിടെ ചാർജ് ഒന്നും ഇല്ലാത്തൊരു കണ്ടക്ടർ ആയിരുന്നു. ഇതിനൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. സൈഡിൽ വരച്ചോട്ടെ. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, ഫുൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളൊരു ചാർജ് ഇല്ലാത്തൊരു സാധനം നമ്മൾ വെച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. നീ ശ്രദ്ധിച്ചോട്ടാ.
ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ബൈ ഇൻഡക്ഷൻ മെത്തേഡ്. ഇത് തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് ഒന്നുമില്ല. ജസ്റ്റ് അടുത്ത് കൊണ്ടുവന്ന് ഫുൾ പോസിറ്റീവ് ചാർജ് ആയ ഒരാളുടെ അടുത്ത് കൊണ്ടുവന്ന് ഒന്നും ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു സാധനം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് കിട്ടും? ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഇതിന്റെ സൈഡിലേക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന്റെ തൊട്ടിപ്പുറത്ത് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് എർത്ത് ചെയ്ത് കളയുമ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എല്ലാം പോയി, എർത്തിലേക്ക് പോയി. ബാക്കിയുള്ളത് ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബോഡി എന്ത് ചാർജ്ഡായി? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അപ്പൊ ഇവിടെ വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് ഈ കണ്ടക്ടർ എയുടെ പൊട്ടൻഷ്യൽ കുറയും. അതെങ്ങനെ കുറയും എന്നല്ലേ പറയാൻ പോണം. അതായത് ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇതൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് ഇതിന്റെ പൊട്ടൻഷ്യൽ കുറയും, അത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. എക്സ്പ്ലനേഷൻ ഞാൻ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ്, പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്ലേസ് ചെയ്യണേ. അപ്പൊ അതിന് എനിക്കൊരു വർക്ക് ഡൺ വേണം. കാരണം എന്താണ്? ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു വർക്ക് ഡൺ വേണം. അപ്പൊ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. V = W/Q എന്നും പറഞ്ഞാണ് നമ്മൾ പൊട്ടൻഷ്യൽ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇത് തമ്മിൽ എന്താ നടക്കുന്നത്? റിപ്പൾഷൻ ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് ഡൺ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ കുറഞ്ഞു പോകും വിത്ത് ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ്. ഇവിടെ നേരത്തെ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ കുറഞ്ഞു പോകും. അപ്പൊ വർക്ക് ഡൺ കുറയുമ്പോൾ ഇതെന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ കുറയും. അങ്ങനെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കുറയാം. ഈ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. C = Q/V അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ച കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. അപ്പൊ V കുറയുവാണെങ്കിൽ C എന്ത് ചെയ്യും? കൂടും. കാരണം C is inversely proportional to 1/V. ഓക്കെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്തേ കിട്ടിയാ? ഏതാണ്? എവിടെ കപ്പാസിറ്റൻസ്? ഇതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനായിട്ടൊരു കണക്ഷൻ വെച്ച് അത് നോക്കണ്ട. കപ്പാസിറ്റൻസ് ഒരു പുതിയ ടോപ്പിക്കായിട്ട് തന്നെ നോക്ക്. ഇതിലൊരു ടെസ്റ്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് ചാർജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാ പറഞ്ഞില്ല ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വേറെ ആയിട്ട് നമ്മൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, ഇത് പുതിയ ടോപ്പിക്കായിട്ട് വേണം കാണാൻ. എന്നിട്ട് നോക്ക് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ കപ്പാസിറ്റൻസിന്റെ ബേസിൽ പറഞ്ഞ കപ്പാസിറ്റർ ഒരു പുതിയ ടോപ്പിക്കായിട്ട് വെച്ച് പഠിച്ചു നോക്കണം കേട്ടോ. അതിനായിട്ട് കണക്ഷൻ വരരുത്. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് നമുക്ക് ആകെ ആവശ്യം വന്നത് ഇവിടെ അത് ഇൻഫിനിറ്റി കാണിക്കാൻ വേണ്ടി, ഇൻഫിനിറ്റിന്ന് ഒരു ചാർജ് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡൗട്ട് ഉണ്ടോ? പ്രിൻസിപ്പിൾ പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? മറ്റേ ഇത് പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒന്നും പോകണ്ട. ജസ്റ്റ് എങ്ങനെ V കുറയുന്നു അത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ എങ്ങനെയാ കുറയുന്നതെന്ന് ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വേണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ പറഞ്ഞത്. NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയയും കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? എന്തേ കുഴപ്പമില്ലല്ലോ? കിട്ടി? എന്താടാ കിട്ടുന്നുണ്ടോ? കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ഇവിടെ വരെ എങ്ങനെയാ വന്നത്? പുതിയ ടോപ്പിക്കായിട്ട് ഇത് പഠിച്ചു പോയാൽ മതി കേട്ടാ. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ഇൻഡക്ഷൻ മെത്തേഡൊക്കെ അറിയാമല്ലോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തോണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ കുറഞ്ഞപ്പോഴത്തേക്കും കപ്പാസിറ്റൻസ് കൂടി. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ. അതെങ്ങനെയാ കുറഞ്ഞെന്നൊക്കെ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇതെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എടാ എന്തേ കുഴപ്പമില്ലല്ലോ? പറയണോ ഒന്നുകൂടെ? എന്തേ കിട്ടുന്നുണ്ടല്ലോ? പറയണോ ഒന്നുകൂടെ? വേണ്ടല്ലോ? കുഴപ്പമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ മതി. എന്റെ ചേച്ചിമാരെ കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? സോ അതിക്ക് എന്ത് പറ്റി? നാട്ടിലാണോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ടൈം പെട്ടെന്ന് പോകും. എന്തായാലും തീർത്തിട്ടേ വിടുള്ളൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കും അതിലില്ല, പക്ഷെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയണേ. കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെരിക്കൽ കണ്ടക്ടർ എഴുതിക്കോ. കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെരിക്കൽ കണ്ടക്ടർ. ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ എന്ത് ഞാൻ നോട്ടായിട്ട് പറയാം കേട്ടോ. സ്പെരിക്കൽ കണ്ടക്ടർ. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഒരു സ്പെരിക്കൽ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു സ്പിയർ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് Q. ഓക്കെ, റേഡിയസ് R. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? V = സാധാരണ നമ്മൾ പൊട്ടൻഷ്യൽ എഴുതുന്നത് എങ്ങനെ? V = 1/4πε0 Q/R. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സ്പെരിക്കൽ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് Q ആണ്, റേഡിയസ് R.
പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് എന്ന് പറയുമ്പോൾ V is equal to 1/4πε0 Q/R. ഓക്കെ, പഠിച്ചു പോണോട്ടാ കണ്ടിന്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇനി എടുക്കുന്ന ടോപ്പിക്, അടുത്ത ക്ലാസ്സിലൊക്കെ എടുക്കുന്ന ടോപ്പിക് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂഷൻ വേണം, അല്ലെങ്കിൽ കിട്ടില്ല. എനിക്ക് പറഞ്ഞു തന്നില്ല, ഞാൻ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ പഠിച്ചോളണം. ഓക്കെ, പഠിച്ചോളണം. ഇന്നത്തെ ടോപ്പിക് എന്തായാലും ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടാ. ഓക്കെ, V is equal to 1/4πε0 Q/R. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? C is equal to Q/V. V കിട്ടിയിട്ടുണ്ട്. C is equal to Q divided by 1/4πε0 Q/R. ഇല്ല. ഓക്കെ, ക്യൂവും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് C is equal to 4πε0 R. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. ഇത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് എഴുതിക്കോട്ടാ, ബോർഡിൽ നോക്കരുത്. ഓക്കെ, ക്യൂ ക്യാൻസൽ ചെയ്ത് പോയി. Q/R എങ്ങനെയാ വന്നാന്ന്? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ്. ഓക്കെ, ബോർഡിൽ നോക്കാതെ എഴുതട്ടാ, അത് സിമ്പിൾ അല്ലേ, ഇതൊക്കെ നോക്കണ്ട, ജസ്റ്റ് എഴുതിക്കോ. ഓക്കെ, എഴുതിയാ? സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. കൺസിഡർഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് ആർ. കൺസിഡർഡ് എക്സാമിന് വരുവാണെങ്കിൽ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം. കൺസിഡർഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ. കൺസിഡർഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ. അതൊക്കെ എന്റെ എഴുതാതിരിക്കും. കൺസിഡർഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് ആർ and carrying charge Q, kept isolated from the influence of other body. Kept isolated from the influence of other body. അത് പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മളുടെ ചാർജ് കണ്ടക്ടർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. വേറെ ബോഡിയുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇവിടെ ഇല്ല. ഡയറക്റ്റ് ഒരു ചാർജ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് Q, റേഡിയസ് R. പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് എന്ന് പറയുന്നത് V is equal to 1/4πε0 Q/R. നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസ് C is equal to Q/V. ജസ്റ്റ് V ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. C is equal to 4πε0 R. ഓക്കെ, ഇത് V is equal to പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ്. കെപ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം, അവിടെ ആ പോയിന്റ് പറഞ്ഞല്ലേ, കെപ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ ബോഡി. അതായത് വേറെ ബോഡി ഒന്നും നമ്മളിവിടെ വെച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് അത് ആ ഒരു ബോഡി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എഴുതിയാ? അടുത്തതിലേക്ക് പോവാന്നോ? അതത്രേ ഉള്ളൂ. അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് പ്രോബ്ലം ആയിട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദിക്കുള്ളൂ. ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ആയിട്ടേ ചോദിക്കുള്ളൂ. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുള്ളൂ. അതാണ് ആ നോട്ടിൽ അത് തന്നിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതായത് നമ്മളിപ്പോ ഇവിടെയും കണ്ടുപിടിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസ് തന്നെയായിരിക്കും. കപ്പാസിറ്റൻസ് ഓഫ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിന്റെ അറേഞ്ച്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാവേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അപ്പൊ നമുക്ക് രണ്ട് പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ്, അടുത്ത പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ്. ഇത് വരക്കാൻ പഠിക്കണം കേട്ടോ. കറക്റ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരച്ച് കാണിക്കണം. രണ്ട് പ്ലേറ്റ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ്, അടുത്ത പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ്. ഇനി നെഗറ്റീവ് ചാർജുള്ള ഈ പ്ലേറ്റ് നമ്മൾ എർത്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ, എർത്ത് ചെയ്തിരിക്കും. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡി ആയിട്ട് കൊടുക്കാം. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ഇത് തമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലേറ്റ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റും. ആ നെഗറ്റീവ് പ്ലേറ്റ് നമ്മൾ എർത്ത് ചെയ്തിരിക്കും. പിന്നെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. കിട്ടിയ ഇത്രയും പോയിന്റ്സ് ആണ് ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി വരച്ചോ. ഇനി വരച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ഞാൻ ആ പറഞ്ഞ ഓർഡറിൽ തന്നെ വരക്കട്ടാ. പാരലൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ബോർഡിലേക്ക് നോക്കണമെങ്കിൽ നോക്കാം, എന്നാലും സ്വന്തമായിട്ട് വരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വരക്കുക. രണ്ട് പ്ലേറ്റ് വരക്കുക. ആ പ്ലേറ്റിൽ ഒരെണ്ണം പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്ലേറ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാകും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡി ആയിട്ട് എടുത്തു. പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ആ ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, വരച്ച്. ഇനി നോട്ടായിട്ട് പറയേണ്ടത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഇത് നോക്കി പഠിച്ചോളൂല്ലേ. ഇതിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺവേർഡ്സിലായാലും എഴുതിയാൽ മതി. ഇതിപ്പോ പറഞ്ഞ രീതിയിൽ തന്നെ ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റില്ലേ, അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിന് തമ്മിൽ ഈ പ്ലേറ്റിനും ഈ പ്ലേറ്റിനും ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കോമൺ ഏരിയ എ എന്നും പറഞ്ഞ് എടുക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ എ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇതിനൊരു ഏരിയ, ഈ പ്ലേറ്റിന് ഒരു ഏരിയ ഉണ്ടാവും, ഈ പ്ലേറ്റിന് ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയനെ നമ്മൾ എ വെച്ച് ഡിനോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ഇതാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ആ പോയിന്റ് എഴുതി കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യം എന്താ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടും, പക്ഷെ എക്സാമിന് നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷനും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളെ ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഇതെങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു തന്നെ കറക്റ്റ് ആയിട്ട് എങ്ങനെ വെച്ചാൽ ഒരു ഓർഡറിലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കറക്റ്റ്. ഇപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റ് വരേണ്ടത് എന്താ? അതിന് രണ്ട് പ്ലേറ്റ് ഉണ്ട്, ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് ഡി ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാരലൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് ആ ഡയഗ്രാം തന്നെത്താനെ വന്നോളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ് ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ക്യൂ ബൈ എ. അത് നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് എന്താണ് ഇതിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? സി ഈക്വൽ ടു ക്യൂ ബൈ വി. ആദ്യം നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എഴുതി പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിക്കോളും. കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇനിയുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട സ്റ്റെപ്പ്. ഇനി നമുക്ക് ഫസ്റ്റ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ, അപ്പൊ നമുക്ക് വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിച്ചാൽ മാത്രമേ കപ്പാസിറ്റൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ വി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ 2 പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണത്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് എടുത്ത ടോപ്പിക്. ഇ ഇസ് ഈക്വൽ ടു ഓർമ്മയുണ്ട -dv/dr. അതാണ് ഇവിടെ ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇ ഇസ് ഈക്വൽ ടു
മൈനസ് ഡി വി ബൈ ഡി ആർ. ഓക്കെ, ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ റിലേഷൻ ഏതാണെന്ന് വെച്ചാൽ മനസ്സിലായ? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാകുന്നവർക്ക് മനസ്സിലാവും, അപ്പൊ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഈ റിലേഷനിൽ നിന്നാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെറിയ പൊട്ടൻഷ്യലും ചെറിയ ഡിസ്റ്റൻസും ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്കൊന്ന് മാറ്റി ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്നും പറഞ്ഞ് ഞാൻ എഴുതി. ഓക്കെ, ഇ ഇസ് ഈക്വൽ ടു ഡി വി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പൊട്ടൻഷ്യലും ചെറിയൊരു ഡിസ്റ്റൻസും ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിലേഷൻ. നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ മാറ്റി ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്നും പറഞ്ഞ് എഴുതി. ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്നും പറഞ്ഞ് എഴുതി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നും പറഞ്ഞ് എഴുതാം. വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. നിങ്ങളുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു വലിയ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഈ പേജിൽ കണ്ട ഇ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന കണ്ട. അവിടെ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് അവർ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിൾ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇന്റഗ്രേഷൻ കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മനസ്സിലാവും. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയൊരു പൊട്ടൻഷ്യലും ചെറിയൊരു ഡിസ്റ്റൻസും ആണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എഴുതി ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് വി എഴുതാമല്ലോ. വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നും പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വി കിട്ടും. അങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോണത്. മനസ്സിലായ? ഓക്കെ, ഇനി നമുക്ക് വി കണ്ടുപിടിക്കാം. ഈ വി എന്തിനാ എടുത്തതെന്ന് ഇപ്പൊ ഈ ഇക്വേഷൻ എടുത്ത കാര്യം മനസ്സിലായ? എന്തിനാണ് ഈ ഇക്വേഷൻ കൊണ്ടുവന്നതെന്ന്? നമുക്ക് വി കണ്ടുപിടിക്കണം. ആ വി ആണ് നമുക്ക് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ കപ്പാസിറ്റൻസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പാണ്. ഡിറൈവ് ചെയ്ത് വരുമ്പോൾ സ്റ്റക്കായി പോകുമ്പോൾ ഈ സ്റ്റെപ്പിലായിരിക്കും നിന്ന് പോണത്. എവിടെയാണ് ഡെറിവേഷൻ നമ്മൾ ചെയ്തു വരൂലേ, അപ്പൊ നിങ്ങൾ നിന്ന് പോണ സ്റ്റെപ്പ് ഇതായിരിക്കും. ഇത് മറന്നുപോകും. അപ്പൊ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നിന്നായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഓക്കെ, എഴുതിയാ? ഇത്ര എഴുതിയാ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇ കണ്ടുപിടിക്കണം. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതിൽ നമ്മൾ പറയേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോണേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചായിരുന്നു. ഓക്കെ, അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കിക്കേ. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് ഇല്ലാത്തൊരു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലെയിൻ ഷീറ്റിന്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചാപ്റ്റർ എടുത്തതല്ലേ ക്ലാസ്സിലൊക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലാത്തവര്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് നമ്മുടെ ഒരു ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് ഒരു ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ഷീറ്റ് ഉണ്ട്. അപ്പൊ 2 ഷീറ്റിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഇതിനും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും, ഇതിനും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഇത് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ദാറ്റ് ഇസ് 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. അതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇല്ല? ഓക്കെ, ഇവിടെ വരെ ഓക്കെ അല്ലേ? വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിലുള്ള കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇനി രണ്ടാമത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ സൈഡിൽ അറിയില്ലെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കി കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അതാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരൊറ്റ ഷീറ്റിന്റെ കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് 2 ഷീറ്റ് ഉണ്ട്. 2 ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതിനും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, ഈ ഷീറ്റിനും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ എന്ത് വരും? 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഡി ഡിസ്റ്റൻസ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്.
ഇനി നമുക്ക് അപ്പൊ നമ്മുടെ വി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിഗ്മക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വി ഇസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞതാ. സിഗ്മ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ബൈ എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ കിട്ടി. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തത്. ഇത് ഓക്കെ ആയ? സിഗ്മക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ക്യൂ ബൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. അപ്പൊ സിഗ്മ ക്യൂ ബൈ എ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഇനി നമുക്ക് ഇതുകൊണ്ട് കപ്പാസിറ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ക്യൂ ക്യൂ ക്യാൻസൽ ആയി പോയി. നമ്മുടെ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ഇവിടെ എഴുതാവേ, സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. മനസ്സിലായോ വന്നത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് നമ്മൾ എയറിലുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടക്ക് വേറെ ഒരു മീഡിയം ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ എയർ ആണ്. അതുകൊണ്ട് സി എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, നോക്കിക്കേ, വേഗം ഒന്ന് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണ പോലെ. എഴുതി നോക്കണ്ട, ജസ്റ്റ് നോക്കി വിട്ടാൽ മതി, ടൈം ഇല്ല, വേഗം നോക്കിക്കോ. കിട്ടിയാ? ആ ഡൗട്ടുള്ള സ്ഥലം കിട്ടിയാ? ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുവരെ മനസ്സിലായി. നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? വി അല്ലേ കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ടത് എന്താ? കപ്പാസിറ്റൻസ് ആണ് വേണ്ടത്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ അടിയിലായിട്ട് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് എഴുതിക്കോട്ടാ. നമ്മൾ കണ്ടുപിടിക്കുന്നത് കപ്പാസിറ്റൻസ് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. കപ്പാസിറ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വോൾട്ട് നമുക്ക് കിട്ടി, പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി ഓൾറെഡി കിട്ടി. ഇത് ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ക്യൂ ക്യൂ കട്ടായി പോയി. ബാക്കിയുള്ളത് സി ഇസ് ഈക്വൽ ടു ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എപ്സിലോൺ 0 എ ബൈ ഡി. ഇതാണ് എയർ. ബോക്സ് ചെയ്ത് വരച്ചു. ഓക്കെ, നോക്കിയാ? കിട്ടുന്നുണ്ടല്ലോ? കുഴപ്പമില്ലല്ലോ. അച്ഛന്റെ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഗോസ് തിയറത്തിൽ നമ്മളാകെ ഒരു ഷീറ്റ് വെച്ചാ പഠിച്ചത്. ഇനി ആപ്ലിക്കേഷൻ ആയിട്ട് ഗോസ് തിയറത്തിൽ 2 ഷീറ്റ് ചോദിച്ചാലും എന്ത് തന്നെ ചെയ്താൽ മതി? ഇത് തന്നെ ചെയ്താൽ മതി. ഒരു ഷീറ്റിന്റെ തന്നെ ആയിരിക്കും ഇപ്പത്തെ ഷീറ്റിന്. അപ്പൊ ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ആരോ എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ 2 ഷീറ്റിന്റെ. നിങ്ങളാണോ പറഞ്ഞത്? ഗോസ് തിയറം പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലേ സ്കൂളിൽ എന്തോ രണ്ട് ഷീറ്റ് വെച്ചിട്ടുള്ളത് പഠിപ്പിച്ചെന്ന്. തിക് ഷീറ്റിന്റെ ആണല്ലോ പഠിപ്പിച്ചത്. അത് നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ഷീറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എന്താ കിട്ടിയാ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മറ്റേ ആ ഗോസ് തിയറത്തിന്റെ ആ ചാപ്റ്റർ ഒന്ന് നോക്കട്ടാ. ഇപ്പൊ കിട്ടിക്കോളൂ. കുഴപ്പമില്ലല്ലോ? കിട്ടുന്നുണ്ട്. എന്താടാ ഫസ്റ്റ് ചാപ്റ്ററിൽ വല്ല ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേ? ഇതിപ്പോ പഠിക്കുമ്പോ ജസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് അങ്ങനെ തന്നെ ബൈഹാർട്ട് നോക്കി വിടും. കാരണം നമ്മൾ ഈ ഷീറ്റിന്റെ കാര്യമൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് വേറൊന്നും അത് അപ്പുറത്ത് പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോ മനസ്സിലാവും. പഠിച്ചവർക്കായാലും ഓർമ്മയില്ലാതിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കട്ടാ. എടാ ഓക്കെ അല്ലേ? പേരെന്തായിരുന്നു? മറന്നു. അനന്തു. കിട്ടുന്നുണ്ടോ? ഇത് കുഴപ്പമില്ലല്ലോ? മറ്റേ ഗോസ് തിയറത്തിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ വാട്ടാ ചോദിക്കും. ഞാൻ ഇവിടെ ഉണ്ടാവും, എന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണായിരിക്കും സംസാരിച്ചിട്ട്. അപ്പൊ നേരത്തെ വന്നിട്ട് ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. കുഴപ്പമില്ലല്ലോ? ഇപ്പൊ പഠിപ്പിച്ചത് ഓക്കെ അല്ലേ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സ്റ്റെപ്സ് വല്ലതും? ഇല്ല. എന്താടാ കുഴപ്പമുണ്ടോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇത് ഗോസ് തിയറത്തിന്റെ ഒക്കെ ഇത് അറിയാവുന്നതല്ലേ? നോക്കിയാൽ മതി കേട്ടാ. പ്രശ്നമില്ലല്ലോ, നമ്മൾ പഠിച്ച കാര്യം വരും. എന്താടാ ഏത്? ഇതിങ്ങനെ ഇതിപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ചെറിയ പൊട്ടൻഷ്യലും ചെറിയൊരു ഡിസ്റ്റൻസും ആണ് നമ്മൾ കൺസിഡർ ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് E ഈക്വൽ ടു V ബൈ ഡി എന്നും പറഞ്ഞ് എടുത്തുള്ളൂ. ഇത് പൊട്ടൻഷ്യൽ, ഇത് ഡിസ്റ്റൻസ്. ഈ ഒരു ഡെറിവേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. അല്ലാതെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് എഴുതിയില്ലെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് ഇത് തന്നെ എഴുതിയാലും മാർക്കൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും അവർ ഇടുന്നത്. ഇന്റഗ്രേഷൻ പഠിക്കാത്തതുകൊണ്ട് ഇനി കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്ത് പറഞ്ഞത്. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതാം. വേണ്ട, ഇവിടെയും ആ നെഗറ്റീവ് ഒന്നും അവർ എടുത്തിട്ടില്ല. കാരണം നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ റിലേഷൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് ആ ഒരു
റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഒന്നും കണ്ട. നെഗറ്റീവ് ഞാൻ ഇവിടെ പറഞ്ഞില്ല, നെഗറ്റീവ് ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാരണം ഇവിടെ ആ ഒരു റിലേഷൻ മാത്രം നമുക്ക് മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെയും ആ ഇന്റഗ്രേഷൻ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് റിലേഷൻ കുഴപ്പമില്ല. ഏതാണ് അത് ഡയറക്റ്റ് എഴുതിക്കോ, കുഴപ്പമില്ല. അത് ഇന്റഗ്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ നോക്കും. കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, എന്നാ അടുത്തതിലേക്ക് പോവാം. അയ്യോ, നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ ഓക്കെ ആണോ? സെബിന് ഓക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നണം മുഖം കണ്ടിട്ട്. കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവന് ടെൻഷൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം പഠിക്കണ്ട എങ്ങനെയാണ്, ക്ലാസ് കഴിയട്ടെ. പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലേ? ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഇവിടെ ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടക്ക് വേറെ ഒന്നുമില്ല, എയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സി എയർ എന്ന് എഴുതിയത്. കപ്പാസിറ്റൻസ് ഇൻ എയർ, ഇതിന്റെ ഇടയിൽ ഒന്നുമില്ല. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം നമ്മൾ വെച്ചു കൊടുക്കണം. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഗ്യാപ്പ് ഒന്നുമില്ല, ഒരു ഗ്യാപ്പും ഇല്ലാതെ നമ്മളൊരു ഡൈ ഇലക്ട്രിക് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, അതൊന്ന് പറയാവോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡൈഇലക്ട്രിക് ഉണ്ടെന്ന്. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിലേക്ക് എന്ത് വെച്ചു കൊടുക്കുക, ഒരു ഡൈഇലക്ട്രിക് വെച്ചു കൊടുക്കുക. അപ്പൊ ഡൈഇലക്ട്രിക് നിങ്ങൾ മാത്രമല്ല ഇല്ലാതെ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ അല്ലെ? അപ്പൊ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സബ്സ്റ്റൻസ്, അത് കണ്ടക്ട് ചെയ്യാത്ത ഒരു സബ്സ്റ്റൻസ് ആണ്, പക്ഷെ അത് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മീഡിയത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചു, ഒരു ഡൈഇലക്ട്രിക് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഗ്യാപ്പ് ഒന്നുമില്ല, കറക്റ്റ് ഫില്ലാക്കി നമ്മളൊരു ഡൈഇലക്ട്രിക് വെച്ചു എന്ന് വെക്കട്ടെ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ ആയിട്ട് നമ്മൾ എടുത്തു. ഇത് ഓർമ്മയുണ്ട്, എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഡൈഇലക്ട്രിക്കിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി കപ്പാസിറ്റൻസ്, ഇങ്ങനെ ഒരു കേസിൽ വരുന്ന കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരത്തെ കേസിൽ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും എന്ന് വെച്ചാൽ സെയിം ഇക്വേഷൻ തന്നെ, എപ്സിലോൺ 0 എ ബൈ ഡി പ്ലസ് ആരും കൂടി വരും, ഇതിന്റെ കൂടെ ഒരു എപ്സിലോൺ ആർ കൂടി വരും. ഇത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, മെറ്റീരിയലില് ഫസ്റ്റ് കേസിന്റെ ബാക്കിലായിട്ട്, അതായത് ഫസ്റ്റ് കേസിന്റെ എൻഡിങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് കേസ് ഞാൻ എടുത്തു തരാം, അടുത്തത് ഇതിൽ നിന്ന് ഒരുമിച്ച് പറഞ്ഞു പോകാൻ നോക്കാം. അപ്പൊ മനസ്സിലായാലും ഇതെന്താണെന്ന്. ജസ്റ്റ് ഒരു എപ്സിലോൺ ആർ കൂടി വരുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു ഫുള്ളായിട്ട് ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടയ്ക്ക് നമ്മൾ ഫില്ലായിട്ട് ഒരു ഡൈഇലക്ട്രിക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടി ആ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുക്കുക, അതാണ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഡൈഇലക്ട്രിക് എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചു. ഡൈഇലക്ട്രിക് വെച്ചു കൊടുത്തു. നേരത്തെ എയറിലായിരുന്നു. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇതിന്റെ തന്നെ അടുത്ത കേസാണ് മെറ്റീരിയൽ കേസ് 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഞാൻ പറയാൻ പോണത്. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേസ് 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പറയാൻ പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഡൈഇലക്ട്രിക് വന്നിട്ടുണ്ടെങ്കിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എഴുതിക്കോ, കേസ് 1 ഡൈഇലക്ട്രിക് സ്ലാബ്. നിങ്ങൾ ഫിഗർ സെപ്പറേറ്റ് വരച്ചോട്ടാ. ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടയ്ക്ക് ഫുൾ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക്കാ വെച്ചു കൊടുത്തത്. അപ്പൊ ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പീസ് പോലെ, ചെറിയൊരു പീസ് ഓഫ് സ്ലാബ് നമ്മൾ വെച്ചു കൊടുക്കുവാണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി. ഇതിന്റെ തിക്നെസ് ടി. ഓക്കെ, തിക്നെസ് ടി വരുന്ന ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് നമ്മൾ ഇതിന്റെ ഇടയിൽ വെച്ചു കൊടുത്തു. ആ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇതെന്താണെന്നൊക്കെ ഐഡിയ ഓക്കെ അല്ലേ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചു കൊടുത്തു, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചു കൊടുക്കണേ. സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ആണ്.
ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്തതിൽ ഫുള്ള് നമ്മൾ വെച്ചു കൊടുത്തു ഡൈഇലക്ട്രിക്. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല, ഫുള്ള് നമ്മൾ വെച്ചു കൊടുത്തു. ഇതിപ്പോ ഒരു ചെറിയ പീസ് ഓഫ് സ്ലാബ് നമ്മൾ വെച്ചു കൊടുത്തു. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് T ആണ്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? വരച്ചെടുത്തോ, സെപ്പറേറ്റ് വരയ്ക്കും, എനിക്ക് വായിച്ചാൽ മതിയല്ലോ. വരക്ക്. ഏതാണ്? ആ, അത് അതേപോലെ തന്നെ വരച്ചു. ഓക്കെ, വരച്ചാ? ഇനി നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ കേസിൽ നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഈ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? C is equal to Q by V. നമ്മൾ നേരത്തെ എടുത്ത അതൊന്നും ഞാൻ ഇനി പറയണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്തില്ലേ? E is equal to, ഇനി V കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുന്നത്. E is equal to നെഗറ്റീവ് dV by dr. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു റിലേഷൻ കിട്ടാൻ വേണ്ടി E is equal to V by D എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? V is equal to E into D. ഇവിടെ വരെ ഓക്കെ അല്ലേ? സെയിം സ്റ്റെപ്സ് തന്നെ എഴുതിക്കോ. സെയിം സ്റ്റെപ്സ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞതിൽ തന്നെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഒരു വ്യത്യാസമുള്ളത് എന്താ? ഇവിടെ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് അടക്കിയിരിക്കുന്നുണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, എഴുതിക്കോ. V is equal to E into D. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുണ്ട്, അപ്പൊ ആ കാര്യം ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഗോസ് തിയറത്തിലേക്ക് പോയി. അതിന് അടുത്തൊക്കെ അറിയാലോ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മൾ അത് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡും എടുക്കണം. പ്ലസ് ഇവിടെ ആരും കൂടി ഉണ്ട്, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് കൂടി ഉണ്ട്. അപ്പൊ ആരുടെ കൂടെ കണ്ടുപിടിക്കണം? ഈ സ്ലാബിന്റെ കൂടി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവര് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈഇലക്ട്രിക് സ്ലാബിന്റെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ E is equal to എങ്ങനെ വരും? നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെ എഴുതിക്കോ. E is equal to ഇതെങ്ങനെയാ? സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ എപ്സിലോൺ 0 വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? സിഗ്മ ബൈ എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ എപ്സിലോൺ 0. നെറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് വന്നു? 2 ക്യാൻസൽ ആയി പോയി. സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് വന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. D ഡിസ്റ്റൻസ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഡിസ്റ്റൻസ് D is equal to, ഇവിടെ നമ്മൾ ആരെ കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു സ്ലാബ് കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് D എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു തിക്നെസ് T ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് സ്പേസിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് D മൈനസ് T എന്ന് എഴുതണ്ടേ? സ്ലാബ് നമ്മൾ കയറ്റിയിട്ടുണ്ട്, ആ കാര്യം മാത്രം ഓർക്കുക. നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ഡയറക്റ്റ് D എഴുതി. ഇവിടെ നമുക്ക് അത് പറ്റില്ല, ഒരു തിക്നെസ് T കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ വരും? D മൈനസ് T എന്ന് പറയും. അപ്പൊ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D മൈനസ് T. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കിട്ടി. മനസ്സിലായ? ഇനി നമ്മൾ ആരുടെ കൂടെയാ നോക്കാൻ പോകുന്ന? ഈ ഡൈഇലക്ട്രിക് സ്ലാബിന്റെ കൂടെ നമുക്ക് എഴുതാം. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ കൂടെ എഴുതാനായിട്ട് പ്ലസ് എന്ത് ചെയ്താൽ മതി? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R. ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ അതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇത് തന്നെ എഴുതുക. സിഗ്മ ബൈ എപ്സിലോൺ 0 എഴുതുക. പ്ലസ് ആരും കൂടി വരും കൂടെ? എപ്സിലോൺ R കൂടി വരും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടി അതുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കട്ടാ. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുന്നത് ജസ്റ്റ് പഠിച്ചു വെച്ചേക്ക്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഡൈഇലക്ട്രിക് സ്ലാബ് ഒന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇനി അതിന്റെ ഡെറിവേഷൻ ആയിട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഇത് മാത്രം. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R. എപ്സിലോൺ R എന്താന്ന് മനസ്സിലായല്ല? എന്താ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ തിക്നെസ് T മാത്രം എഴുതിയാൽ മതി. മറ്റേത് നമ്മൾ ഇത് തമ്മിലുള്ള കാണുമ്പോഴത്തേക്ക് ഇവിടെ ഒരു T വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത് സബ്ട്രാക്ട് ചെയ്ത് മാറ്റിയത്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാ? ഓക്കെ, ഇനി നമുക്ക് ഈ സിഗ്മ ബൈ എപ്സിലോൺ 0 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇവിടെ എഴുതണേ. സിഗ്മ ബൈ എപ്സിലോൺ 0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് D മൈനസ് T പ്ലസ്, ഇവിടെ നോക്കിക്കേ, സിഗ്മ ബൈ എപ്സിലോൺ 0 മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി ആരായുള്ളത്? T ബൈ എപ്സിലോൺ R പ്ലസ് T ബൈ എപ്സിലോൺ R. ഓക്കെ, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ കിട്ടിയത്.
ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? കപ്പാസിറ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി കണ്ടുപിടിച്ചിട്ടുണ്ട്. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പൊ നമുക്ക് ക്യൂവിന് നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ക്യൂവിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ക്യൂ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലേ. അപ്പൊ ക്യൂവിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? സിഗ്മ എ എന്നും പറഞ്ഞ് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ കൊടുക്കുമ്പോഴത്തേക്കും സിഗ്മ എ ഡിവൈഡഡ് ബൈ, ഇതിന് നമുക്ക് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ. ആ സിഗ്മ സിഗ്മ അങ്ങ് ക്യാൻസൽ ചെയ്തോ. ബാക്കിയുള്ളത് 0 ബൈ എ ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്. കപ്പാസിറ്റൻസ് ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്. ഇത് കുഴപ്പമില്ലല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ഡൗട്ട് ആണെങ്കിലും ചോദിക്കട്ടോ. പിന്നെ ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ. അരുന്ധതി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിലാകെ ഓർത്തു വെക്കേണ്ടത് മനസ്സിലായല്ല. സെയിം തന്നെയാണ്, പക്ഷെ നമ്മളൊരു ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. കുഴപ്പമില്ലല്ലോ. അന്തു ഓക്കെ അല്ലേ? എന്ത് കിട്ടുന്നുണ്ടോ? ആ ഡൈഇലക്ട്രിക് സ്ലാബിന്റെ ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഒന്ന് പഠിച്ചു വെക്കട്ടോ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തോർത്ത് ചെയ്താൽ മതി. ആ സ്റ്റെപ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൽ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സ്ലാബ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തിക്നെസിറ്റി അത് മാത്രമാണ് ആകെ ഓർത്തിരിക്കേണ്ടത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വരക്കാൻ ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നു. ഇവിടെ ഓർക്കേണ്ട എന്താണ്? ഒരു സ്ലാബ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ തിക്നെസിറ്റി അത് മാത്രം ഓർക്കുക. പിന്നെ നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഇക്വേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണെന്ന് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റിലേഷൻ മാത്രമാണ് ഇ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ. ഇത് എഴുതണമെന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഇതിലേക്ക് പോരാം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിലേക്ക് പോകാം, മറ്റേത് ഡെറൈവ് ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി. അവിടെ നിന്ന് നമുക്ക് വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇവിടെ എന്തിനാണ് നമ്മൾ ഈ റിലേഷൻ എടുത്തതെന്ന് മനസ്സിലായില്ലേ? ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിലേഷൻ എടുത്തത്. വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നും പറഞ്ഞെടുത്തു. ദെൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡി ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു സ്ലാബ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത് കൊണ്ട് അതിന്റെ തിക്നെസ് കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ലെങ്ത് സെപ്പറേഷൻ ഡി മൈനസ് ടി എന്ന് വന്നു. പ്ലസ് ഇവിടെ നമ്മൾ ഒരു സ്ലാബ് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ സിഗ്മ ബൈ എപ്സിലോൺ 0 എപ്സിലോൺ ആർ. ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ സ്ലാബിന്റെ കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ കൂടി, വേറെ ഒന്നുമില്ല, ഇത് തന്നെ സെയിം ആണ്. അഡീഷണൽ ആയിട്ട് എന്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ? എപ്സിലോൺ ആർ കൂടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇൻറ്റു ഇതിന്റെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ അതിന്റെ തിക്നെസ് ടി. ഓക്കെ, ദെൻ എപ്സിലോൺ 0 സിഗ്മ ബൈ എപ്സിലോൺ 0 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഡി മൈനസ് ടിയും ഉണ്ട്. ഇവിടെ ടി ബൈ എപ്സിലോൺ ആറും ഉണ്ട്. ഓക്കെ, ദെൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂവിന് നമ്മൾ സിഗ്മ ഇസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി ക്യൂ ബൈ എ. അതിൽ നിന്ന് നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എന്ന് കൊടുത്തു. സിഗ്മ സിഗ്മ ക്യാൻസൽ ആയി. അപ്പോ കപ്പാസിറ്റൻസ് ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ് ഇങ്ങനെ കിട്ടി. ഓക്കെ ഓക്കെ ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറയാം. ഓക്കെ, നിങ്ങൾ ഫിഗർ മാറ്റി വരക്കണേ. അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കേസ് 2. അതിനു മുമ്പ് നോക്കിക്കേ, ഇവിടെ നമ്മളിപ്പോ കേസ് 1 ആണ് കൺസിഡർ ചെയ്തത്. കേസ് 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജിൽ ഇവിടെ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്ട, അതാണ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത്. ഇവിടെ നമ്മളിപ്പോ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് വെച്ചത്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഈ ഫുൾ മീഡിയം, ഇതിന്റെ ഉള്ളിൽ ഫുൾ ഒരു ഡൈഇലക്ട്രിക് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഡൈഇലക്ട്രിക് സി ഡൈഇലക്ട്രിക് ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ എഴുതാതെ, ഓക്കെ, സി ഡൈഇലക്ട്രിക് ഫുൾ ഡൈഇലക്ട്രിക് വെച്ച് കഴിയുമ്പോഴുള്ള ഇക്വേഷൻ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി. ഇതാണ് നമ്മൾ ഫുൾ ഇതിന്റെ ഇടയിൽ ഡൈഇലക്ട്രിക് വെച്ച് കഴിയുമ്പോഴുള്ള ഇക്വേഷൻ. ദെൻ നമ്മൾ എയർ മാത്രമാണെങ്കിലുള്ള ഇക്വേഷൻ സി എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി.
ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്? അതും അതിന്റെ കൂടെ തന്നെ എഴുതിക്കോട്ടെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, അത് മൂന്നും ഒരുമിച്ച് എഴുതിയിട്ടോ. പിന്നെ നോക്കിക്കേ, സി ഡൈഇലക്ട്രിക് ഈക്വൽ ടു എപ്സിലൺ ആർ ഇൻറ്റു എപ്സിലൺ 0 a/d. ഈ എപ്സിലൺ 0 a/d എന്ന് പറയുന്നത് എന്താ? സി എയർ അല്ലേ? അപ്പൊ ആ റിലേഷനും കൂടി എഴുതിക്കോ. സി ഡൈഇലക്ട്രിക് is equal to epsilon r into c air. അപ്പൊ ഇത് മൂന്നൊന്നും എഴുതി വെച്ചോട്ടെ. ഇനി നമുക്ക് ഒരു കേസ് കൂടി പഠിക്കാനുണ്ട്. എന്താ എഴുതിക്കോ, അതുകൂടെ പഠിപ്പിക്കാം. അതുകൂടെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇത്ര എഴുതിയില്ലേ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്ന് ഒരു കണ്ടക്ടറിനെ വെക്കുന്നതാണ്. ഓക്കെ, കണ്ടക്ടറിനെ കൊണ്ടുവന്ന് നമ്മൾ ഇതിന്റെ ഇടയിൽ വെക്കുന്നതാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കേസ് 2 എഴുതിക്കോ. കണ്ടക്ടിങ് സ്ലാബ്, ഒരു കണ്ടക്ടിങ് സ്ലാബ് നമ്മൾ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. നേരത്തെ ഡൈഇലക്ട്രിക് സ്ലാബ് ആയിരുന്നു, ഇപ്പൊ കണ്ടക്ടിങ് സ്ലാബ്. ഒരു കണ്ടക്ടിങ് സ്ലാബ് വെച്ചു, ആ സ്ലാബിന്റെ തിക്നെസ് ടി, അത് മാത്രമാണ് ഇവിടെ ഓർത്തിരിക്കണം. നേരത്തെ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചു, അതിന്റെ തിക്നെസ് ടി. ഇവിടെ നമ്മളൊരു കണ്ടക്ടിങ് സ്ലാബ് വെക്കുന്നു, അതിന്റെ തിക്നെസ് ടി. അതാണ് നമ്മൾ കണ്ടക്ടിങ് സ്ലാബ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്സ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടിങ് സ്ലാബ്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സെയിം ചെയ്ത സ്റ്റെപ്പ് തന്നെ സി ഇസ് ഈക്വൽ ടു Q/V എഴുതി. ദെൻ നമ്മൾ നേരത്തെ എഴുതിയ റിലേഷൻ തന്നെ E is equal to V/D. ഇതിന്ന് നമുക്ക് എന്താ എഴുതാം? V is equal to E into D എന്ന് എഴുതാല്ല. ഇത്രയും സ്റ്റെപ്സ് സെയിം തന്നെയാണ് മൂന്നിലും. ജസ്റ്റ് ഓർത്ത് എഴുതിയാൽ മാത്രം മതി. നമ്മൾ നടുക്ക് വെച്ചേക്കണ ഓരോ സാധനത്തിന്റെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഒരെണ്ണം ഡൈഇലക്ട്രിക് സ്ലാബ് ആയിരുന്നു, ഇപ്പൊ കണ്ടക്ടിങ് സ്ലാബ് ആണ്. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, V is equal to E into D. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. V is equal to E into D വരെ എഴുതിയാ? ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഓക്കെ, V is equal to E into D. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 2 പ്ലേറ്റ് ഉണ്ട്, ഒരു കണ്ടക്ടിങ് സ്ലാബ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടക്ടിങ് സ്ലാബ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്സൈഡ് ദ സ്ലാബ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇൻസൈഡ് ദ സ്ലാബ് എങ്ങനെയായിരിക്കും ഡയറക്ഷൻ? ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അത് ഓക്കെ അല്ലേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്ലാബിന്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്ലാബിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആകെ ആരുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഈ പ്ലേറ്റിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നേരത്തെ നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബ് ചെയ്തപ്പോ എന്താണ്? പ്ലേറ്റിന്റെയും കണ്ടുപിടിച്ച് പ്ലസ് ഡൈഇലക്ട്രിക് സ്ലാബിന്റെയും കണ്ടുപിടിച്ച്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വേണ്ട? കണ്ടക്ടിങ് സ്ലാബിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായി പോകുന്നുണ്ട്? 0 ആയി പോകുന്നുണ്ട്. കണ്ടക്ടിങ് സ്ലാബിൽ വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, കണ്ടക്ടിങ് സ്ലാബ് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ട്സൈഡ് ദ സ്ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? അപ്പൊ കണ്ടക്ടിങ് സ്ലാബിന്റെ ഉള്ളിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ലാബാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളൊരു സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും, ഇതിന്റെ അപ്പുറത്ത് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആയിരിക്കും. ഔട്ട്സൈഡ് ദ സ്ലാബ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇൻസൈഡ് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ സ്ലാബ് എന്തായി പോയി? 0 ആയിപ്പോയി. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് ഇതിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതിന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സിഗ്മ/ε0 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഓർക്കണം എങ്ങനെയാ കിട്ടിയെന്ന് ഓർക്കുക. 2 പ്ലേറ്റിന്റെ σ/2ε0 പ്ലസ് σ/2ε0 നെറ്റ് ഫീൽഡ് എടുത്തപ്പോഴത്തേക്കുമാണ് നമുക്ക് 2 ക്യാൻസൽ ആയിപ്പോയി σ/ε0 കിട്ടിയത്. ഇൻറ്റു ഡി എന്താ വരുന്നത്? ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? കണ്ടക്ടിങ് സ്ലാബിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ടി. അപ്പൊ അത് സെയിം തന്നെ വരും, ഡി മൈനസ് ടി. ഇനി നമ്മൾ സ്ലാബിന്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായി പോയി? 0 ആയിപ്പോയി. ഓക്കെ, അപ്പൊ σ/ε0 ഇൻറ്റു ഡി മൈനസ് ടി. ഇനി നമുക്ക് സി ഇസ് ഈക്വൽ ടു Q/V ചെയ്യാം. ദെൻ ക്യൂവിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യൂവിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂഷൻ. സിഗ്മ ഇസ് ഈക്വൽ ടു Q/A. അപ്പൊ നമുക്ക് ക്യൂവിന് എന്തെന്ന് കൊടുക്കാം? സിഗ്മ എ എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പൊ സി ഇസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡഡ് ബൈ വി. വി നമുക്ക് കിട്ടി
സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി മൈനസ് ടി. സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഇത് സ്വന്തമായിട്ട് ചെയ്യട്ടെ, ബോർഡിൽ ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും, നോക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു പോന്നോ. കാരണം ഇതിന്റെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എല്ലാത്തിന്റെയും, നമ്മൾ കണ്ടുപിടിച്ച ഡൈഇലക്ട്രിക് സ്ലാബിന്റെയും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെയും കണ്ടക്ടിങ് സ്ലാബിന്റെ എല്ലാം പ്രൊസീജിയർ സെയിം ആണ്. ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കപ്പാസിറ്റൻസിന്ന് തുടങ്ങുന്നു, ദെൻ നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിലേഷൻ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആ റിലേഷൻ ഓർക്കുക. ആ റിലേഷനിൽ നമ്മൾ വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി, ഈ നമുക്കറിയാം എല്ലാത്തിന്റെയും, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാ പോരുന്നത്. ജസ്റ്റ് നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന സാധനം മാത്രം നോക്കുക. എയർ ആണ്, പിന്നെ കണ്ടക്ടിങ് സ്ലാബ് വെച്ചു, ഇപ്പൊ ഡൈഇലക്ട്രിക് വെച്ചു, ഇപ്പൊ നമ്മൾ കണ്ടക്ടിങ് സ്ലാബ് വെച്ചു. അത് മാത്രമേ ഓർക്കാനുള്ളൂ. അപ്പൊ നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടിങ് സ്ലാബ് അടുത്ത് എഴുതിക്കോട്ടെ, ബോക്സ് ചെയ്തോ. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടിങ് സ്ലാബ് എപ്സിലോൺ 0 ഇൻ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഉറക്കം തന്നെയുണ്ടോ? കുറച്ച് ഉണ്ട്. ഇവിടെ ഒരു 0 എഴുതിക്കോട്ടെ, ജസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എഴുതാനത്. അവിടെ 0 ആയി പോയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോയി. എന്താടാ ഡൗട്ട് ഉണ്ടോ? എവിടെ? കുഴപ്പമില്ല, എന്തെങ്കിലും ചോദിച്ചോട്ടെ, ചെറുതായിട്ടാണെങ്കിലും ചോദിച്ചു. ഏതാണ് ഈ ഡൈഇലക്ട്രിക്ക? ഇത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫുൾ മീഡിയത്തിൽ കൊടുത്തതല്ലേ. അതായത് നമ്മൾ ഇവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ അറേഞ്ച്മെന്റ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞത് ഇവിടെ എയർ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഇത് ഓർക്കണ്ട, ഞാനിപ്പോ പറയാൻ പോണ ഡൈഇലക്ട്രിക് സ്ലാബിന്റെ നമ്മൾ പറഞ്ഞില്ലേ. ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പീസ് ഓഫ് സ്ലാബാണ് നമ്മൾ വെച്ചത്, വിത്ത് തിക്നെസ് ടി. അതാണ് നമ്മൾ വെച്ചത്. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഫുള്ള് ഞാനൊരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചേക്കണത്. ഒരു ഡൈഇലക്ട്രിക് മീഡിയം, എന്തോ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്, അതിന്റെ തിക്നെസ് ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഡൈഇലക്ട്രിക് മീഡിയം എന്തോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വരുന്ന ഇക്വേഷൻ ആണ്. ജസ്റ്റ് അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ r മാത്രം എയറിൽ ചെയ്താൽ മതി. എയർ ആണ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക, എയറിന്റെ ഉള്ളിൽ എന്തോ ഒരു മീഡിയം ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഇക്വേഷൻ ആണ് സി ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കേ, ഇത് നമ്മൾ പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സി ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് കണ്ടുപിടിച്ചത്. അങ്ങനെ തന്നെ സി ഡൈഇലക്ട്രിക് സ്ലാബ് ഇപ്പൊ കണ്ടക്ടിങ്. അനന്തു കിട്ടുന്നുണ്ടോ? സ്വന്തമായിട്ട് ചെയ്തോ കേട്ടോ, അതുപോലെ കിട്ടുന്നുണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ, ടൈം വേണ്ട. എടുക്കട്ടെ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട.